ഈ പല ഈ എസ്റ്റേറ്റുകളും റബ്ബർ വെട്ടിയതിനു ശേഷം പുതിയ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ അവർ കൈത കൃഷി നടത്തുന്നുണ്ട്. കൈത കൃഷി നടത്തി കഴിഞ്ഞാൽ കൈതച്ചക്ക ഇപ്പോൾ കല്ലേലി ഭാഗത്തൊക്കെ 1-2 എസ്റ്റേറ്റുകൾ ചെയ്ത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അവർ അവസാനം വന്നപ്പോഴത്തേക്ക് കൈതച്ചക്ക ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ അത് പഴുത്ത് നല്ല മണമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആന അവിടെ ഇറങ്ങി. അപ്പോൾ അങ്ങനെ പലയിടത്തും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ അവർ അവസാന നിമിഷം എന്ന് വെച്ചാൽ ആ 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ സ്ഥലം അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനാണ് അവരുടെ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞത്. അത് ഒഴിവാക്കാൻ വേണ്ടി അവർ 2 വർഷം കഴിയുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. പക്ഷേ ആ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആ ചുറ്റുപാടുള്ള ആൾക്കാർക്കാണ് ഇതിൻ്റെ ദോഷം വരുന്നത്. പ്രദേശമാണെങ്കിൽ ദോഷം വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എസ്റ്റേറ്റുകളിലും മറ്റും പുതിയ പ്ലാന്റിങ് വരുമ്പോഴത്തേക്ക് ഈ കൈത പോലുള്ള ആനകളെ ആകർഷിക്കുന്ന ഇത്തരത്തിലുള്ള കൃഷി ഒഴിവാക്കാനായിട്ട് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ചിറ്റാറിൽ ഇങ്ങനെ സംഭവമില്ല, കൈത കൃഷി ഇല്ലായിരുന്നു. ഗവൺമെന്റ് അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ തടഞ്ഞാ ഞങ്ങൾ അതല്ല കൈത കൃഷി അല്ല. അതെ, പ്ലാന്റേഷൻ മേഖലയിൽ പറഞ്ഞ പോലെ ഇത് ഞങ്ങൾ ആദ്യം ചിറ്റാർ പഞ്ചായത്തിൽ വന്ന് ഇട്ടിച്ചുള്ള വന്നത്. അന്ന് നമ്മൾ തടഞ്ഞത് അവിടെ വെക്കാൻ പാടില്ല. പക്ഷേ ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു പ്ലാന്റേഷൻ മേഖലകൾ ഇത് 3 വർഷത്തിന് സബ്സിഡി അടക്കം തെങ്ങ് മറിച്ചിട്ട് 100 രൂപ അവർ കൊടുക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ സാർ ഈ പറഞ്ഞ ആനയെ ആകർഷിക്കുന്ന സംഭവമാണ് ഈ കൈത കൃഷി, കൈച്ചക്കൊക്കെ. അപ്പോൾ അത് അവരെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഗവൺമെന്റ് അടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് 2 ദിവസം നോക്കാം, വെയിറ്റ് ചെയ്യാം. അതത്ര ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ശേഖരിച്ചുകൊണ്ട് പോയ പ്രശ്നമില്ല. ശേഖരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ സാധനം അവിടെ ഇല്ല. പക്ഷേ കൈതയുടെ ചക്കയുടെ കൈതച്ചക്ക പഴുത്ത് കഴിയുമ്പോഴത്തേനും മണം നമുക്കറിയാം. വളരെ ദൂരം തന്നെ മണം കിട്ടും. 1 2 അല്ല, 10 1000 എണ്ണോ അല്ലെങ്കിൽ 10,000 എണ്ണോ ഒരേ സമയം കഴിക്കുന്നത്. ഹോർമോണൊക്കെ അടിച്ചിട്ടാണ് ഒരേ സമയം പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഒരേ സമയം ചീഞ്ഞ് കഴിയുമ്പോൾ അല്ല, അതിനകത്തിൽ നമ്മൾ തർക്കത്തിന് കാര്യമില്ല. തർക്കത്തിന് ചെയ്ത് പിന്നെ ഹോർമോൺ ചെയ്തുകൊണ്ടാണ് ഒരേ സമയം ഇത് കായ്ക്കുകയും ഒരേ സമയം ഇത് പഴുക്കുകയും ചെയ്യും. ഒരിക്കലും നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളൊക്കെ വെക്കുന്നതാണ്. നമ്മൾ ഒരേ സമയം പിന്നെ 10 കൈതച്ചക്ക വെച്ച് കഴിഞ്ഞാൽ 10 രീതിയിലേ കായ്ക്കത്തുള്ളൂ. അത് 10 സമയത്തായിരിക്കും അത് പഴുക്കുന്നത്. ശരിയാണ്. അപ്പം ഇത് ആ രീതിയിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ നിരവധി കൈതച്ചക്കകൾ ഒരേ സമയം പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല മണമായിരിക്കും. ആ മണത്തെ ആകർഷിച്ചുകൊണ്ടാണ് ആന അല്ലെങ്കിൽ അതുപോലുള്ള വന്യമൃഗങ്ങളും വനത്തോട് ചേർന്നുള്ള പ്രദേശമാണെങ്കിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഒരു പരിധി വരെ ഈ പറഞ്ഞ പഞ്ചായത്തും നാട്ടുകാരും ഒക്കെ അതിനൊക്കെ ഒരു പിന്നെ അത് പറ്റത്തില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആന ഇറങ്ങുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഈ ഇതിനകത്ത് ഒരു തെങ്ങ് വീണാൽ 700 രൂപയുള്ളൂ. ഒരു തെങ്ങയിൽ ഒരു വർഷം കിട്ടുന്ന തേങ്ങ പറഞ്ഞാൽ 100 തേങ്ങ 4000 രൂപ മേലെ കിട്ടും. ഈ തെങ്ങ് ഇത്രയും വർഷം 10-15 വർഷം 4000 രൂപ വെച്ച് കിട്ടുന്ന തെങ്ങ് മറിച്ചിട്ട് കഴിഞ്ഞാൽ ആന കാട്ടിൽ നിന്ന് വന്ന് അപചാരികമായിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ഉപജീവനം നശിപ്പിച്ച് കഴിഞ്ഞാൽ 700 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എങ്ങനെ ആൾക്കാർ ഇവിടെ കൃഷി ചെയ്യും? അതെ, അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ പിന്നെ ഇതിപ്പോൾ എന്തെങ്കിലും ശാശ്വത പരിഹാരം എന്തെങ്കിലും ഉണ്ടായേ പറ്റും ഉടനെ തന്നെ. ഒരു തെങ്ങ് വീണ് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ 3000 രൂപ ഉണ്ടെങ്കിൽ ആ 3000 രൂപയെ കൂടുതൽ ഒരു വർഷം ഒരു ആയുസ് എന്നാ തീരുന്നത്. അതുവരെയുള്ള പൈസ കൊടുക്കാൻ തുനിയണം. പക്ഷെ അത് ചെയ്യുന്നില്ല. 700 രൂപ ഉള്ളൂ. അത് സാറേ ആ ഫണ്ട് എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരുപാട് കൃഷിനാശത്തിന്റെ അപേക്ഷ ഇപ്പം ചിറ്റാർ തന്നെ 10-30 അപേക്ഷ പെൻഡിംഗ് ഉണ്ട്. പെൻഡിംഗ് വെച്ചാൽ അതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ ഇപ്പം ചില പിന്നെ വീടിന്റെ മതിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അല്ലെ അതുകൊണ്ടൊക്കെ പിന്നെ ഈ വാഹനത്തിന് അപകടം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വാല്യുവേഷൻ മേടിച്ചെന്നെങ്കിൽ മാത്രമേ കൃത്യസമയത്ത് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവർ അപേക്ഷ ഓൺലൈനിൽ കൊടുക്കുന്നു. അപേക്ഷ ഓൺലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ രേഖകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ അപേക്ഷകൾ നമുക്ക് ഞങ്ങളെ കൊണ്ട് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഫോറസ്റ്റ് സ്റ്റേഷനോട് ബന്ധപ്പെടാം. എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്തു. പല ആൾക്കാരും അവർ പിന്നെ ബന്ധപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അവർ തരാൻ വിഭൂത പ്രവർത്തിക്കുക. അപ്പോൾ നമുക്കിത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ നയം എന്ന് പറയുന്നത് ഈ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി 1 മാസമോ 2 മാസത്തിനകം ഇത് തീർക്കലേ കിട്ടും. ഇപ്പോൾ നമുക്കിവിടെ ഒരു 10-30 അപേക്ഷ പെൻഡിംഗ് ഉണ്ട്. അപ്പോൾ ആ പെൻഡിങ്ങിൽ അവരെല്ലാം പല പ്രാവശ്യം ബന്ധപ്പെട്ടെങ്കിലും ഈ പറഞ്ഞ യാതൊരുവിധ പിന്നെ ഡോക്യുമെൻറ്റ്സും തന്നിട്ടില്ല. അപ്പം ഇതുണ്ട് സാറേ, ഇതാണ് കടുവയുടെ ഫുട് പ്രിൻറ്റ്. പ്രസിഡന്റിനോട് കാണിക്കുക. അപ്പോൾ ഇന്ന് രാവിലെ ഇന്നലെ അല്ലേ? ഇന്ന് രാവിലെ ഉണ്ട്. ഇതാണ് നീല ഭാഗത്ത്. ഇത് പുലിയായിരിക്കും അല്ലേ? കടുവയല്ല, പുലിയായിരിക്കും. വലുതായിരിക്കും അല്ലേ? പുലിയ. അപ്പോൾ എന്തായാലും അതിൻ്റെ